ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താണെന്ന് വെച്ചെന്ന് വന്നിട്ടുണ്ടായാൽ ഞാനായിരുന്നു ഫസ്റ്റത്തെ ഒരു അസിസ്റ്റൻറ്റ് ലീഡർ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ. ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്കൊരു നല്ല രീതിക്ക് ഒരു കുഞ്ഞ് നോട്ട് പാഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ, എൻ്റെ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീട്ടിൽ പോയാലോ. ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ 2 ആണിത്. അപ്പം ഞാനിങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കി തീരുന്ന സമയത്തായിരുന്നു വിചാരിച്ചത് അതിന് ബാക്കി കുട്ടികളില്ല, അപ്പോൾ അവർക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന നിങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ 2 ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഡെസ്കൊക്കെ വളരെ മോശമായിട്ടായിരുന്നു കിടന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇപ്പോൾ 2 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും വേണം കേട്ടോ, നമുക്ക് കുറച്ച് 9 നമുക്ക് ഇനിയും വേണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിൽ തുടങ്ങാം. അപ്പോൾ ഗൈസ്, നീ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ പൂച്ചക്കുട്ടി സ്വിസ് എൻ്റെ അടുത്ത് വന്നിങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇങ്ങനെ ചൂട് പിടിച്ച് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബാക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അമ്മ അച്ഛനും ചോദിക്കുന്നത് എന്താണിത് ഉണ്ടാക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇത് ഇങ്ങനത്തെ നോട്ട് പാഡ്സാണ്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്യാൻ ആണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഏറ്റവും എളുപ്പം കട്ട് ചെയ്യാനാണ്. ഞാൻ ഈ കുഞ്ഞ് സിസേഴ്സ് ഉപയോഗിച്ച് എനിക്ക് കൈ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനിത് ചെയ്തു. ഓക്കെ ഗൈസ്, ഞാൻ നെക്സ്റ്റ് ബാച്ച് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഒന്നിൽ തന്നെ 20, 25 30 ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ 25 അല്ല കേട്ടോ, 30 ഷീറ്റ്സ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ കട്ടി ലെവലാക്കിയിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതിലാണ് എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് തൊട്ട് കട്ട് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേപ്പേഴ്സ് ഇതിലായിരുന്നു ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തിരി ഞാൻ പാടുപെട്ടു ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തിൻ്റെ കൈക്ക് ഒരു തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളത് ഇറക്കി പിടിച്ചേ കയ്യിലിങ്ങനെ ഒരു പാട് കണക്ക് വരുമല്ലോ, അങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇവളെ അടിച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്. പാവം കേട്ടോ, അവിടെ ഉറങ്ങിയിരുന്നിട്ടായിരുന്നു ഞാൻ എടുത്തത്. പിന്നെ ഞാൻ അങ്ങനെ എന്നെ കിടത്തി, പിന്നെ അവൾ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ മൊത്തത്തിലുള്ളത് 10 പേരാണ്. ഒരെണ്ണം എൻ്റെ ചേച്ചിക്കായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ, ട്യൂഷന് പഠിക്കുന്ന ചേച്ചിക്ക്. അപ്പം അമ്മ പറയുക, അതേ നിൻ്റെ കൂട്ടുകാരി നിൻ്റെ അടുത്തൊന്ന് കിടപ്പുണ്ടല്ലോ. കൂട്ടുകാരി മീൻസ് എൻ്റെ സ്വിസ് കാറ്റാണ്, കിറ്റൺ, നന്നായിട്ട് കിടപ്പുണ്ടല്ലോ എന്ന് പറയുകയാണ്. എനിക്കിങ്ങനെ ചിരിച്ചൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി ആർക്കൊക്കെ ഏതാണ്, ആർക്കൊക്കെ ഇതാണ്, ആർക്കൊക്കെ എന്തൊക്കെയാണ് അതിൽ എഴുതിയേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ്. എല്ലാവരുടേതും ഞാൻ ഇങ്ങനെ അടുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഞാൻ അതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് ഇവിടെ ഭയങ്കര ഐഡിയ അല്ലാതെ കിടക്കുകയാണ്, നീറ്റൊന്നും അല്ലാതെ കിടക്കുകയാണ്, ഫുള്ള് വലിച്ചു വാരി. അതിന് ഞാൻ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ അടുക്കി വയ്ക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് ഒരുമാതിരി തോന്നും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വേഗം എല്ലാം നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ആ ഒരു വേസ്റ്റായിട്ട് വന്ന പേപ്പറൊക്കെ ഞാൻ കൊണ്ട് കളയാൻ പോയത് കേട്ടു. അപ്പോൾ ഗൈസ്, ഞാൻ വന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് കുഞ്ഞു നോട്ട് പാഡ്സ് ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് സ്റ്റേപ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റേപ്പിൾ ചെയ്തെന്നാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ഇവിടെ ഞാൻ ഫുള്ള് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ഒരു സമയത്ത് 9 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ 9 ഇപ്പം എൻ്റെ ഉള്ളത് കറക്റ്റായിട്ട്. ആ ഒരു സമയത്ത് ഞാൻ ബാക്കി 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മറന്നുപോയി ഗൈസ്, ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പിന്നീട് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ സ്റ്റേപ്പിളൊക്കെ ചെയ്യുന്നത് വളരെ അതിസാഹസികമായ മുഖത്തെ എക്സ്പ്രഷൻസും കൂടിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം ഫുൾ സ്റ്റേപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇത്തിരി പാടായിരുന്നു കേട്ടോ സ്റ്റേപ്പിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ സ്റ്റേപ്പിൾ ചെയ്തതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് കണക്ക് കളറടിക്കണം കേട്ടോ. അതിലും നേരെ കളറടിക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കളറും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണതിൽ. ഈ കളറടിക്കാനാണെന്ന് വെച്ച് എങ്ങനെയുണ്ട്, കളറടിക്കാനാണ് എനിക്ക് ഇതിൽ ഏറ്റവും പാടായിട്ട് തോന്നിയത്. പക്ഷേ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് കട്ട് ചെയ്യാനുമാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഫുള്ള് മാക്സിമം ഞാൻ എൻ്റെ എല്ലാ ക്ഷമയും എടുത്ത് ഞാൻ ഇവിടെ കളർ ചെയ്യാണ്. നല്ല കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ പിറ്റേ ദിവസം ഇന്നത്തെ ഇപ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് പോയി. ഞാനിത് ഇന്നലെ രാത്രി ഇരുന്നാണ് ചെയ്തത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളായി. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൽ ബാക്കി വന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ആ ഒരു ഹാൻഡ് നൈഫ് വെച്ചിട്ട് അതൊന്നെടുത്ത് കളയാണ്. പല കളറായിട്ട് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്നവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിവിടെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് ഫുള്ളും. ഇനി എനിക്ക് ഫുഡ് കഴിക്കണമായിരുന്നു കേട്ടോ. ഇതൊരെണ്ണം പകുതി വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി വേഗം ഒന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ഇങ്ങനെ ഇരുന്ന് വേഗം ഒന്ന് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 എണ്ണം കുറവാണ്, എന്നിട്ട് ഞാൻ ഓർത്തില്ല കേട്ടോ. ഇത് ഞാൻ ബാക്കി 2 എണ്ണം ഞാൻ ലാസ്റ്റാണ് ചെയ്തത്. ഈ 2 എണ്ണം ഞാൻ ആദ്യമേ ചെയ്ത് വെച്ചതാണ്. പിന്നെയാണ് എനിക്ക് ഐഡിയ ഇട്ട് നിങ്ങളെ മുമ്പിൽ അടുത്ത് കുറേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതിൽ എഴുതാം കേട്ടോ. എഴുതുന്നതും കുഴപ്പമില്ല, പക്ഷേ ഇനി കളറടിക്കാൻ അത്യാവശ്യം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്: ദിസ് നോട്ട് പാഡ് എ മെമ്മറി ഓഫ് അവർ ബോത്ത്. പിന്നെ ആളുടെ പേരും കൂടി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ബൈ ഗൗരി എന്താ, പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തൊരു സൈൻ. പിന്നെ ദിസ് ഗിഫ്റ്റ് ബൈ യുവർ ലീഡർ. ഇത് ബ്രാക്കറ്റിൽ അസിസ്റ്റൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനാണ് ആദ്യത്തെ അസിസ്റ്റൻ്റ് ലീഡർ തൊട്ട്. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്: ഇത് നിങ്ങൾ എന്നോട് സഹകരിച്ചതിൻ്റെ സമ്മാനം എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ കണക്കത്തിൽ ഒപ്പിച്ചൊരു സൈൻ. പിന്നെ താങ്ക് യു ഫോർ ഹാവിങ് മീ ദ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ലീഡർ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ബുക്കിലും അങ്ങനെ എന്നെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് പെൻ വെച്ചിട്ടാണ് എഴുതിയത്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെന്നാട്ടോ. ഇനി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഈ സമയമൊക്കെ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ തുടങ്ങിയത് ഒരു എത്ര ആയി കാണാം, ഒരു 8:15 ആയി കാണും ഞാൻ തുടങ്ങിയത്. പിന്നെ തീർന്നത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:15 ആവാറായി. അങ്ങനെ ഞാൻ ഗൈസ് മിക്ക ബുക്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഒരു ബുക്കിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ചില ബുക്കിലൊക്കെ ഞാൻ എഴുതിയതൊക്കെ പേരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ വൈറ്റ്നറൊക്കെ വെച്ച് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ 11:04 കേട്ടോ. അതാണ് ഞാൻ പറയുന്നത് 11:04 ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് 11 പുസ്തകങ്ങളാണ്, 11 നോട്ട് പാഡ്സുകളാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കിതെല്ലാം ഫുൾ നിരത്തി വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ബോക്സ് ചിലപ്പോഴേ ഓണായിട്ട് കാണത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണേ. അപ്പോൾ എല്ലാവർക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.